വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എന്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. ഓർമ്മിക്കുക, മനുഷ്യൻ തന്റെ നവീകരണത്തിനായി മറ്റെങ്ങുമല്ല പോകേണ്ടത്, പ്രത്യുത തങ്ങളുടെ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലേക്കാണ്. തങ്ങളുടെ സർവ്വബലഹീനതകളും ബലിയിൽ സമർപ്പിച്ച് ശക്തരാവണം. മിക്കവരുടെയും വലിയൊരു ബലഹീനതയാണ് കുറ്റം പറച്ചിൽ. കുറ്റം പറയരുതെന്ന് പ്രതിജ്ഞയെടുത്തവരും അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഒരാളെ കുറ്റം പറയുമ്പോൾ നാം ഒരേ സമയം 3 പേരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാവ് മാരകമായ വിഷം ഉൾക്കൊള്ളുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത്. നാം ആരിൽ പോരായ്മകൾ കാണുന്നുവോ അവനെ സൃഷ്ടിച്ചവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അവനോട് അതേക്കുറിച്ച് പറയുക. അപ്പോൾ അത് പ്രാർത്ഥനയായി മാറുകയും അവനിലേക്കും നമ്മിലേക്കും ദൈവകൃപ ഒഴുകുകയും ചെയ്യും. നമ്മുടെ മറ്റൊരു ബലഹീനതയാണ് പലവിചാരം. പല വിചാരങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ സമാധാനമായ മിശിഹായിലേക്ക് തിരിക്കാൻ മാലാഖമാരുടെ സ്ഥാനത്തു നിന്ന് ശുശ്രൂഷികൾ നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ എന്നു പറഞ്ഞ് ക്ഷണിക്കുന്നത് കേൾക്കുക. അങ്ങനെ തിരിച്ചു വരുമ്പോൾ പല വിചാരങ്ങളിൽ കടന്നുവരുന്ന എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പല വിചാരങ്ങളും പ്രാർത്ഥനയായി മാറും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ബലഹീനരായ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾ സ്വീകരിക്കാൻ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന കർത്താവിനെ മനസ്സിൽ ദർശിച്ച് നമ്മുടെയും മറ്റുള്ളവരുടെയും ബലഹീനതകൾ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ സാധിക്കണം. അപ്പോൾ പ്രാർത്ഥനകൾ അർത്ഥവത്തും ജീവദായകവുമായി ഭവിക്കും. വിശുദ്ധ കുർബാനയിലൂടെ ആഴപ്പെട്ട ബോധ്യവും ആത്മീയ ഉണർവും ലഭിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളണം. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വിരുന്നിലൂടെ ശക്തി പ്രാപിക്കാൻ എല്ലാവർക്കും ഇടയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യം സ്വീകരിക്കാനായി കൊതിയോടെ ഞാനിതാ നിന്റെ മുൻപിലായി. ആത്മീയമാകുന്ന സ്നേഹഭോജ്യമായി ഹൃദയത്തിൻ കോവിലിൽ വാഴേണമേ. സ്നേഹമാകും ദിവ്യകാരുണ്യം, പകരുന്ന ജീവനാകും ദിവ്യകാരുണ്യം, മുറിയുന്ന ഭോജ്യമാകും ദിവ്യകാരുണ്യം, മനതാരിൽ വാസമാകും ദിവ്യകാരുണ്യം, അലിയുന്ന സ്നേഹമാകും ദിവ്യകാരുണ്യം, പകരുന്ന ജീവനാകും ദിവ്യകാരുണ്യം, മുറിയുന്ന ഭോജ്യമാകും ദിവ്യകാരുണ്യം, മനതാരിൽ വാസമാകും ദിവ്യകാരുണ്യം.
തിരുവോസ്തിരൂപനാമീശോ ആത്മീയ മന്നയായി മാറുന്ന പാഥേയമാണെൻ്റെ ഈശോ. ജീവന്റെ അപ്പമായി മാറുന്ന തിരുവോസ്തിരൂപനാമീശോ ആത്മീയ മന്നയായി മാറുന്ന പാഥേയമാണെൻ്റെ ഈശോ. ആത്മീയമോചനം ദിവ്യകാരുണ്യമായി അണയുന്ന സ്നേഹമായി അകതാരിൽ വാഴുന്ന അലിവുള്ള ഭോജ്യമേ ജീവന്റെ കോദാശയേ. ദിവ്യകാരുണ്യമേ ഈശോയേ അലിയുന്ന സ്നേഹമാകും ദിവ്യകാരുണ്യം പകരുന്ന ജീവനാകും ദിവ്യകാരുണ്യം മുറിയുന്ന ഭോജ്യമാകും ദിവ്യകാരുണ്യം മനതാരിൽ വാസമാകും ദിവ്യകാരുണ്യം അലിയുന്ന സ്നേഹമാകും ദിവ്യകാരുണ്യം പകരുന്ന ജീവനാകും ദിവ്യകാരുണ്യം മുറിയുന്ന ഭോജ്യമാകും ദിവ്യകാരുണ്യം മനതാരിൽ വാസമാകും ദിവ്യകാരുണ്യം. രക്തമായി മാറുന്ന കാൽവരി നീണമാമീശോ ആത്മാവിൻ ജീവനായി തീരുന്ന ഹൃത്തടമാണെൻ്റെ ഈശോ. മനതാരിൽ വിരിയുന്ന മിഴിവാർന്ന രൂപമേ ഹൃദയത്തിനാനന്ദമേ. ദിവ്യകാരുണ്യമേ ഈശോയേ ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി കൊതിയോടെ ഞാനിതാ നിന്റെ മുൻപിലായി. ആത്മീയമാകുന്ന സ്നേഹഭോജ്യമായി ഹൃദയത്തിൻ കോവിലിൽ വാഴണമേ. അലിയുന്ന സ്നേഹമാകും ദിവ്യകാരുണ്യം പകരുന്ന ജീവനാകും ദിവ്യകാരുണ്യം മുറിയുന്ന ഭോജ്യമാകും ദിവ്യകാരുണ്യം മനതാരിൽ വാസമാകും ദിവ്യകാരുണ്യം അലിയുന്ന സ്നേഹമാകും ദിവ്യകാരുണ്യം പകരുന്ന ജീവനാകും ദിവ്യകാരുണ്യം
ചൊരിയുന്ന ഭോജ്യമാകും ദിവ്യകാരുണ്യം, മനതാരിൽ വാസമാകും ദിവ്യകാരുണ്യം.